ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ലഘുപാപങ്ങളിലെ അപകടങ്ങളെ കുറിച്ചിട്ടാണ്. ഏതാണ് ആ അപകട മേഖല എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ലഘുപാപങ്ങൾ നമ്മിലെ പാപബോധത്തെയും അനുതാപത്തിൻ്റെ കണ്ണുനീരിനെയും ഇല്ലാതാക്കി കളയും. വലിയൊരു പ്രതിസന്ധിയാണിത്. രണ്ട്, ദൈവഭയത്തെയും ദൈവഭക്തിയെയും ഇല്ലാതാക്കും. ദൈവഭയവും ദൈവഭക്തിയും ഒരു ജീവിതത്തിൽ നിന്ന് അകന്നുപോയാൽ ആ ജീവിതം പിന്നെ എന്തിനു കൊള്ളാം? മൂന്ന്, സ്നേഹത്തെ ദുർബലമാക്കുന്നു. നാല്, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെടുത്തുന്നു. അഞ്ച്, പുണ്യത്തിൽ നല്ല അഭിവൃദ്ധി പ്രാപിക്കേണ്ടവർ അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റാതെ വരുന്നു. ആത്മാവിൻ്റെ പുണ്യഗതിയെ ഈ ലഘുപാപങ്ങൾ എപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. 7, പിശാചിനെതിരെ ശക്തമായി യുദ്ധം ചെയ്യാനായിട്ട് പറ്റുകയില്ല. 8, പിശാചിന് എപ്പോഴും സ്വാധീനിക്കാൻ പറ്റിയ സ്വഭാവ വ്യക്തിത്വങ്ങളുള്ളവരായി മാറും ലഘുപാപങ്ങളിൽ അകപ്പെടുന്നവർ. മാരകമായ പാപങ്ങൾ നമ്മൾ വിട്ടുപേക്ഷിക്കുന്നുണ്ടാകും. എന്നാൽ ലഘുപാപങ്ങളിലും നമ്മുടെ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ദൈവകൃപ ശുശ്രൂഷ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.